ആ സ്റ്റോപ്പ്. ഇവിടെ പോണ്ട. क्या भैया हिंदी पकड़ा എടുത്തു എന്താ ഇതൊരു ഫോണിക്കളി എന്താ പൊക്കട പൈസ ഏത് പൈസ? പൈസ ഏത് പൈസ? ഏത് പൈസ പൈസ മനു അണ്ണാ എന്റെ അമ്മേ, എടാ ഞാൻ അവന് പറഞ്ഞു കൊടുത്തില്ലേ? അത് എന്റെ അനിയനാ. എന്റെ അനിയനാ. അനിയനാണെയും കൊന്നോടാണ് കാശറങ്ങോട് കളിക്കാൻ ഇത് കുറവാണല്ലോടാ. ഇപ്രാവശ്യം ക്ഷമിക്കണം, കച്ചവടമൊക്കെ മോശമാണ്. അടുത്ത ആഴ്ച ഇമാര് വർത്താനം പറഞ്ഞല്ലോ. അല്ല, അടുത്ത ആഴ്ച കേടു. അടുത്ത ആഴ്ച വർത്താനം പറയാന്നുണ്ടല്ലോ കേറ്റുകളെ ഞാൻ അടുത്ത ആഴ്ച. അണ്ണാ എന്താ നോക്കിക്കോ പോടാലോ. എന്താ പോക്കട ആ നമ്മളു അതെന്നാ വർത്താനം നീ പറയണേ? നീ എന്നെ അങ്ങനെയാണെന്ന് വിചാരിച്ചേ? എങ്ങനെ എടി, ഞാൻ ഇന്ന് വൈകിട്ട് കയറിയിരിക്കും. എന്നും പറയണ പോലെയല്ല, ഇന്ന് വൈകിട്ട് ഞാൻ കയറിയിരിക്കും, വീട്ടിലെത്തും, നമ്മൾ ഒന്നിച്ച ഫംഗ്ഷന് പോവും. നീ പറഞ്ഞേക്കണ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ? നീ പറഞ്ഞേക്കണ ലിപ്സ്റ്റിക്ക്, കൺമഷി, പൊട്ട് ഇതൊന്നും അവിടെ കിട്ടില്ല. അതിന് ക്വാളിറ്റി കുറവാന്നല്ലേ പറഞ്ഞേ? ഞാനിവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. എടി, മറക്കാതിരിക്കാൻ പോക്കറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നീ ഞാൻ ഹോളിംബെല്ലയിൽ അമർത്തുമ്പോഴല്ലോ നീ വന്ന് കഥക് തുറക്കുമ്പോൾ പൊന്നു മോളെ ഞാൻ നിൻ്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് തരും. അടങ്ങി നിൽക്കടി അവിടെ നിൽക്കുക. എന്നിട്ട് ഇച്ചിരി കൂടെ വരാനുണ്ട്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ക്ലാരിറ്റി എന്നാന്നറിയാമോ? ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്ര നല്ല ലിപ്സ്റ്റിക് ഇട്ട ഒരു പെണ്ണ് ആ ഫംഗ്ഷൻ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും ഇത്. ആ പിന്നെ കൺമഷി എടി, അവിടെ കിട്ടുന്ന കൺമഷി അല്ല ഇവിടുത്തെ കിട്ടുന്ന കൺമഷി. ഇവിടുത്തെ കൺമഷിയുടെ പ്രത്യേകത എന്താ പറയുമോ? കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ വരച്ചതാണെന്ന് തോന്നുന്നില്ല. ഏറ്റവും ഭംഗിയാന്ന് പറയുമോ? കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോൾ അത് അങ്ങനെ ഈ കൺമഷി വെച്ച് കഴിക്കാൻ ഭയങ്കര ഭംഗിയത്. രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞാൽ എന്നെ ഭംഗിയാന്നറിയാമോ? ജയഭാരതി പോലെ ഇരിക്കും. പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട്. ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയ എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോഴല്ലോ, എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ എപ്പോഴും ഞാൻ മറക്കാറുള്ളതാ പൊട്ട്. കാരണം ഞാനെപ്പോഴും മറന്നു പോകണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ മുത്തേ. പിന്നെ വേറെ സാധനമുണ്ട്, ഉഗ്രൻ ചീപ്പ്. ഈ ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ തല ഈരിക്കഴിഞ്ഞാണല്ലോ, തല ഈറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ആ
ഓക്കണേ എന്നാ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് രസം കൊല്ലുന്നില്ല. ഞാൻ വീട്ടിൽ വരുന്നു, നമ്മൾ ഒരുങ്ങുന്നു, നേരെ ഫംഗ്ഷന് പോകുന്നു. ഓക്കെ? ഇതാരുടെ പേര് ഈ കാലത്തിൽ ഈ കോലത്തിൽ നിങ്ങൾ ആ ഫോണിന്ന് തരാമോ? ആ ഫോണിന്ന് തരാമോ? ഇങ്ങനെ പിള്ളേരെ നേഴ്സറിൽ ഓർഡറില്ലാതെ ഒരുക്കി വിടുന്ന രീതിയിലുള്ള മേക്കപ്പ് മാത്രമേ ഉള്ളൂ. കയ്യിൽ ഫോണൊന്നും ഇല്ലേ? ഫോൺ കൊണ്ടോ? അയ്യോ, ഹലോ, എൻ്റെ നടു വിളിക്ക് പിടിക്കണേ. തന്നാണോടാ? മണിയുണ്ടോ അവിടെ? പണിക്കിട്ട് ഇടിക്കാൻ പോകണോ? ആ മണീനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ല, അവനിങ്ങനെ കുടിച്ചിട്ടിട്ട് അപ്പൊ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അവനെങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ അടിനാവി നോക്കി അയ്യോ എന്ന് പറഞ്ഞിടിക്കും. അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും. അപ്പൊ അവനിങ്ങനെ പിടിച്ചിട്ട് അവന്റെ നടുവ് നോക്കി പറഞ്ഞിടിക്കും. ആ, അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കാ. ഒരു അത്യാവശ്യത്തിന് വിളിച്ചതിന് ഫോൺ തന്നതിന് നന്ദി. താങ്ക് യു. എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം എൻ്റെ വണ്ടി ഒരു പാണ്ടി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി. അയ്യോ.